ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണഭൂതനായ സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവേശുവിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഈ അവസരത്തിൽ അറിയിക്കട്ടെ. പ്രത്യേകിച്ച് വിജയകരമായിട്ടുള്ള കുടുംബ ജീവിതത്തിൻ്റെ 9ാമത്തെ സെഷനിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 8 സെഷൻസ് നമുക്ക് ഒരുമിച്ച് പഠിക്കുവാനും കുടുംബജീവിതത്തിൽ അത് പ്രകാരം ഫലകരമാക്കി തീർക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുവാനുമൊക്കെ ദൈവം നമുക്ക് സഹായിച്ചു. ഈ 9ാമത്തെ സെഷനിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുമ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പങ്കുവച്ച ആ ടോപ്പിക്കുകളുടെ തന്നെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ഒരു സെഷൻ തന്നെയായിട്ടാണ് ഇത് മാറുന്നത്. 5 ലവ് സ്റ്റേജസ് ഇൻ മാരീഡ് ലൈഫ് എന്നുള്ള ഒരു ചിന്തയാണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കുടുംബ ജീവിതത്തിലെ സ്നേഹത്തിൻ്റെ 5 ഘട്ടങ്ങൾ എന്നുള്ള ഒരു ചിന്തയാണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനു മുൻപായിട്ട് പ്രത്യേകിച്ച് എൻ്റെ ഈ വീഡിയോ സെഷൻസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. ഇതാദ്യമായിട്ട് കാണുന്നവരാണ് എങ്കിൽ ദയവായിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും പ്രസ് ചെയ്താൽ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണുവാനായിട്ട് റിമൈൻഡർ നിങ്ങളുടെ ഫോണുകളിലാണെങ്കിലും നിങ്ങളുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ലഭിക്കുന്നതാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. അതോടൊപ്പം ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇതിന് പിൻപിലുള്ള വീഡിയോസും നിങ്ങൾക്ക് സമയമുള്ളതുപോലെ കാണുവാനായിട്ടും നിങ്ങളുടേതായിട്ടുള്ള വിലയേറിയ നിർദ്ദേശങ്ങൾ, കമൻറ്റുകൾ ഒക്കെ അതിൽ പങ്കുവയ്ക്കുവാനായിട്ടും അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടത് ഷെയർ ചെയ്യുവാനായിട്ടും ലൈക്ക് ചെയ്യുവാനായിട്ടും നിങ്ങളെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയും ചെയ്യുന്നു. കുടുംബജീവിതത്തിൽ ഏതൊരു മനുഷ്യനും കടന്നു പോകുന്നതായിട്ടുള്ള 5 ഘട്ടങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനുള്ളവർക്കും അതുപോലെ ഇപ്പോൾ കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു പ്രായത്തിലുള്ള ആളുകൾക്കും ഈ വീഡിയോ, ഈ സന്ദേശം ഉപയുക്തമാകണം എന്നുള്ള രീതിയിലാണ് ഞാനിത് ഈ ക്ലാസ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതിൽ വളരെ ചുരുങ്ങിയ സമയത്തുള്ള ഒരു സെഷനാണ്. ഇതിൽ ശ്രദ്ധയോടെ ഇരിക്കുവാനായിട്ട് ഓർപ്പിക്കുകയും ചെയ്യുന്നു. ഡയറക്റ്റ് ആയിട്ട് തന്നെ 5 ഘട്ടങ്ങളെക്കുറിച്ച് ഒന്ന് പറഞ്ഞതിന് ശേഷം 1 by 1 ആയിട്ട് അതിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 1ാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, അതിന് ഓരോ പേരുകൾ നമ്മൾ വിളിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, എന്നാലും ആ ഇയേഴ്സ് മാത്രം ഒന്ന് പറഞ്ഞതിന് ശേഷം സെഷനിലേക്ക് നേരിട്ട് കടക്കാം. 1ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് കുടുംബജീവിതത്തിൻ്റെ പ്രാരംഭ ഘട്ടങ്ങളാണ്. അത് ഒരു പക്ഷേയെങ്കിൽ കുടുംബജീവിതം തുടങ്ങി അത് 2 മാസം കൊണ്ട് അവസാനിക്കാം, അല്ലെങ്കിൽ 2 വർഷം വരെ നീണ്ടു നിൽക്കുവാനായിട്ടുള്ള സാധ്യത. അപ്പം 1 to 2 years എന്ന് വേണമെങ്കിൽ 1ാമത്തെ ഘട്ടത്തെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നു. 2ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് 3 വർഷം മുതൽ 10 വർഷം വരെയുള്ള ഒരു ഘട്ടമാണ്. വിവാഹ ജീവിതത്തിന് ശേഷം, വിവാഹത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം 3 വർഷം മുതൽ 10 വർഷം വരെയുള്ള സമയങ്ങൾ. അതിനുശേഷം നമ്മൾ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് 11 വർഷം മുതൽ 30 വർഷം വരെയുള്ള ഒരു പീരീഡാണ്. അതിനുശേഷം നമ്മൾ 31 വർഷം മുതൽ 40 വർഷം വരെയും, പിന്നീട് 41 വർഷത്തിന് മുകളിലേക്ക് ഉള്ള ആളുകളുടെ ജീവിതങ്ങൾ, അവരുടെ ആ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളും തലങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ ഡിഫറൻസസും ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പം നമുക്ക് ഒന്നാമത്തെ സ്റ്റേജിലേക്ക് തന്നെ കടക്കാം. ഞാൻ പറഞ്ഞതുപോലെ 1ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് 1 to 2 years, വിവാഹം കഴിച്ചതിന് ശേഷം 1 മുതൽ 2 വർഷം വരെയുള്ള വർഷങ്ങളാണ്. ദ ഇയർ ഓഫ് റൊമാൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ദ റൊമാൻസ് സ്റ്റേജ് ഓർ ദ യങ് സ്റ്റേജ് ഇൻ ദ മാരീഡ് ലൈഫ് എന്ന് പറയാം. വളരെ ഒരു ഹണിമൂൺ സ്റ്റേജ് എന്ന് വേണമെങ്കിൽ നമുക്കിതിന് പേര് കൊടുക്കുവാനാണ്. സ്റ്റേജ് ഓഫ് പാഷൻ എന്നോ ഒരു വികാര പ്രകടനങ്ങളുടെ ഒരു നാളുകൾ, അല്ലെങ്കിൽ ഒരു ഹണിമൂൺ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഹണിമൂൺ സ്റ്റേജ് എന്നൊക്കെ ഇതിന് നമുക്ക് പേര് കൊടുക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ സ്റ്റേജ് ഒരു ഫാന്റസി സ്റ്റേജ് ആയിട്ട് വേണമെങ്കിലും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. കാരണം ഒരു ഡ്രീം വേൾഡിലായിരിക്കും നിങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ ജീവിക്കുന്നത്. വിവാഹത്തിൽ ഒട്ടനവധി പ്രതീക്ഷകളോടെ, സുന്ദരമായ സ്വപ്നങ്ങളോടെ, വിവാഹം കഴിക്കുവാൻ പോകുന്ന ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള മധുരകരമായ സ്വപ്നങ്ങൾ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ പ്രവേശിച്ചു കഴിഞ്ഞ് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ചിലപ്പോൾ 2 മാസം മാത്രമേ നീണ്ടു നിൽക്കത്തുള്ളൂ,
അതല്ലെങ്കിൽ ചിലപ്പോൾ മാക്സിമം 2 വർഷം വരെ നീണ്ടു നിൽക്കുവാനായിട്ടുള്ള സാധ്യതയുമുണ്ട് എന്നാണ് പറയുന്നത്. അത് ഓരോ ആളുകളിലും ഈ സ്റ്റേജസ് വ്യത്യാസപ്പെട്ടുകൊണ്ട് ഇരിക്കും. അപ്പം ഇവിടെയാണ് എല്ലാം ഒരു അമേസിങ് സ്റ്റേജ് എന്ന് നമുക്ക് എല്ലാം നിങ്ങൾ കാണുന്നതെല്ലാം നിങ്ങളുടെ ജീവിത പങ്കാളിയെക്കുറിച്ച് കാണുന്നതെല്ലാം വളരെ അമേസിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുവാനായിട്ട് ഇടയായി തീരും. അപ്പം നിങ്ങൾ രണ്ടുപേരും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേജിൽ നിങ്ങൾ രണ്ടുപേരും പ്രകടിപ്പിക്കുന്ന വികാരങ്ങളും സ്വഭാവങ്ങളും എല്ലാ സ്നേഹപ്രകടനങ്ങളും നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിട്ടും ആയിരിക്കും ഇവിടെ പ്രകടിപ്പിക്കുന്നത്. അതല്ലാതെ നിങ്ങൾ ഒരു മോശമായിട്ടുള്ള ബിഹേവിയർ ഈ കാലഘട്ടങ്ങളിൽ എടുക്കുവാനായിട്ട് വളരെ സാധ്യത കുറവാണ്. രണ്ട് പങ്കാളികളും ഭാര്യയും ഭർത്താവും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബിഹേവിയർ പുറപ്പെടുവിക്കുവാനായിട്ടും അന്യോന്യം പ്രകടിപ്പിക്കുവാനായിട്ടും ശ്രമിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഇത് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. അന്യോന്യം പ്ലീസ് ചെയ്യുവാനായിട്ട് അല്ലെ അന്യോന്യം ആകർഷിതരായി തീരുവാനായിട്ട് എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഈ പ്രാരംഭ സ്റ്റേജിൽ വധൂവരന്മാർ അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന നവദമ്പതികൾ ചെയ്യും എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പം കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ സംഘർഷങ്ങൾ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ഒരു കാലഘട്ടമായിട്ടാണ് മൊത്തത്തിൽ ഒരു സർവേയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഏറ്റവും കുറഞ്ഞ ഒരു സ്റ്റേജ് ആയിരിക്കും ഈ പ്രാരംഭ കാലഘട്ടങ്ങൾ. അതോടൊപ്പം തന്നെ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ അധികം പുറപ്പെടുവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഹണിമൂൺ സ്റ്റേജ് അല്ലെങ്കിൽ റൊമാൻസ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും ഈ സ്റ്റേജിന് ഒരു ഹണിമൂൺ സ്റ്റേജ് എന്ന് പേര് കൊടുക്കാനായിട്ടുള്ള കാരണം കൂടുതലായിട്ട് വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ സെക്ഷുവൽ റിലേഷൻ ലൈംഗികമായിട്ടുള്ള പ്രകടനങ്ങളും അതുപോലെ തന്നെ ലൈംഗികതയിലേക്കുള്ള പ്രവേശനവും ഒക്കെ അധികമായിട്ട് കൂടുതൽ അവർ എൻജോയ് ചെയ്യുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ കാണുന്നതെല്ലാം ഒരു സന്തോഷമായിട്ടുള്ള കാര്യങ്ങളാണ്, പ്രകടിപ്പിക്കുന്നതെല്ലാം സന്തോഷമായിട്ടുള്ള വികാരങ്ങളാണ്. അതുകൊണ്ട് ഈ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ വളരെയധികം പുറപ്പെടുവിക്കുന്നു. വളരെ സന്തുഷ്ടരാണ് രണ്ടുപേരും. അതുകൊണ്ട് തന്നെ ഈ പ്രാരംഭ കാലഘട്ടങ്ങളിൽ ഒത്തിരിയധികം ചേഞ്ചസ് അവരുടെ ജീവിതത്തിൽ കാണുന്നു. നമുക്ക് പലപ്പോഴും വിവാഹം കഴിഞ്ഞ നവദമ്പതികളെ നോക്കുമ്പം അവരുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു ചേഞ്ച് വരുന്നത്, ചിലരെ കുറിച്ച് നമ്മൾ പറയും ഇച്ചിരൂടെ അദ്ദേഹം നന്നായിട്ടുണ്ട്, വിവാഹം കഴിഞ്ഞതിന് ശേഷം ശരീരമൊക്കെ ഒന്ന് പുഷ്ടിപ്പെട്ടിട്ടുണ്ട്, വളരെ സന്തോഷഭരിതനാണ്. പെൺകുട്ടികളെ കുറിച്ചാണേലും പറയുന്നുണ്ട് ഒന്ന് പുഷ്ടിപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പറയും. ഇത് ഈ ഒരു ഘടകം കൊണ്ടാണ് അവർ കൂടുതലായിട്ട് അവരുടെ വിവാഹ ജീവിതം ആസ്വദിക്കുവാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. യു വിൽ ബി മോർ ഹാപ്പി ഇൻ യുവർ ലൈഫ് എന്നുള്ളതാണ് ദാൻ എനി അതർ പീരിയഡ്. മറ്റേതൊരു കാലഘട്ടത്തെ കഴിഞ്ഞ് ഉപരിയായിട്ട് ഏറ്റവും കൂടുതൽ നിങ്ങൾ സന്തോഷഭരിതരായിട്ട് ഇരിക്കുന്ന ഒരു കാലഘട്ടമെന്നാണ് ഈ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നത്. അപ്പം മറ്റൊരു വാക്കിൽ നമ്മൾ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പ്രൊജക്റ്റ് ചെയ്യുകയും അന്യോന്യം സന്തോഷിപ്പിക്കുവാനും അന്യോന്യം ആകർഷിക്കപ്പെടുവാനായിട്ടും വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്തു കൂട്ടാൻ പറ്റുമോ അതെല്ലാം ചെയ്ത് കൂട്ടുന്ന ഒരു ഫാൻറ്റസി വേൾഡിൽ നിങ്ങൾ ആയിത്തീരുന്നു. ഇതാണ് ഒരു പക്ഷേയെങ്കിലും വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ മാസങ്ങളിലും അതുപോലെ ഒരു മാക്സിമം 2 വർഷം വരെ നീണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇമാജിൻ ചെയ്യുന്നത് നമ്മളുടെ പങ്കാളികൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വന്തമായിട്ട് നിർവഹിക്കുവാൻ കഴിയാത്ത നമ്മുടെ ഡ്രീംസ് ഒക്കെ നമ്മുടെ പങ്കാളികളിലൂടെ അത് നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് മാത്രമേ നിങ്ങളുടെ പങ്കാളികളെ കുറിച്ച് ചിന്തിക്കുവാനും സ്വപ്നം കാണുവാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേജ് ആയിട്ടാണ് ഇത് കാണുന്നത്. അപ്പം ഇത് ഒന്നാമത്തെ ഒരു തലമാണ്. ഇത് ഓരോരുത്തരുടെയും കുടുംബജീവിതം അനുസരിച്ച് ഇത് നീണ്ടുപോകാനും കുറഞ്ഞു പോകാനായിട്ടും സാധ്യതയുണ്ട്. ഈ സ്റ്റേജസിന്റെ പ്രത്യേകത മനസ്സിലാക്കി പക്വതയോടുകൂടി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കണം. അപ്പോൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്ന എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആദ്യ നാളുകൾ ഇങ്ങനെ ആയിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പക്വതയോടുകൂടിയ ഒരു ബന്ധത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. കാരണം ഈ സ്റ്റേജിലാണ് ചിലപ്പോൾ നിങ്ങൾ ചില ഡിസിഷൻസ്, നിർണായകമായിട്ടുള്ള ഡിസിഷൻസ് കുടുംബത്തിൽ എടുക്കേണ്ടതായിട്ട് വരും. അത് നിങ്ങളെ മുന്നോട്ടുള്ള ജീവിതത്തെ ബാധിക്കുന്നതുമായിരിക്കാം. അതുകൊണ്ട് ഇത് മനസ്സിലാക്കി നിങ്ങൾ ഇടപെടുവാനായിട്ട് സാധിക്കണം. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ അത് ഒരുപക്ഷെ 3 വർഷം മുതൽ 10 വർഷം വരെ നീണ്ടു നിൽക്കുന്ന ഒരു സ്റ്റേജാണ്. അത് ചിലപ്പോൾ ഈ 10 വർഷം എന്നുള്ളത് ചിലപ്പോൾ അതിന് മുകളിലേക്കും നീളാനായിട്ടുള്ള ഓരോരുത്തരുടെയും രീതി അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും സ്റ്റേജസ് എന്ന് പറയുന്നത്. പക്ഷെ ജനറലി നമ്മൾ പറയുമ്പോൾ 3 വർഷം മുതൽ 10 വർഷം വരെ ദ റിയൽ ലവ് എന്ന് ഞാനതിന് പേര് കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ പഠിക്കുന്ന അവസരത്തിൽ ദ സ്റ്റേജ് ഈസ് ഓൾസോ നോൺ ആസ് ഫെമിലിയറൈസേഷൻ സ്റ്റേജ് എന്ന് പറയുന്നു. കൂടുതലായിട്ട് അടുത്ത് മനസ്സിലാക്കുവാനും അടുത്ത് അറിയുവാനും ഒക്കെയുള്ള ഒരു സ്റ്റേജ് ആയിട്ടാണ് നമുക്ക് ഇതിനെ കാണുവാനായിട്ട് സാധിക്കുന്നത്.
ആദ്യത്തെ ഒരു 2 വർഷം നമ്മളുടെ ജീവിതങ്ങളൊക്കെ ഒരു ഫാന്റസി പോലെ അങ്ങ് പോവുകയാണ്. നമുക്കതിനെക്കുറിച്ച് വലിയ ജീവിത പ്രാരാബ്ദങ്ങളെക്കുറിച്ചുള്ള ചിന്തയോ അല്ലെങ്കിൽ പണത്തെക്കുറിച്ചുള്ള ചിന്തയോ ജീവിതത്തിലെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചുള്ള ചിന്തയോ ഒക്കെ വളരെ കുറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ചിലപ്പോൾ നമ്മുടെ കുടുംബക്കാരായിരിക്കാം നമ്മുടെ പല കാര്യങ്ങളും നിയന്ത്രിക്കുകയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരികയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിലുള്ളവരായിരിക്കാം. പക്ഷേ ഈ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇച്ചിരൂടെ നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റീസ് കൂടുന്നു. നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ജീവിതത്തെ തിരിക്കുവാനായിട്ട് നിങ്ങൾ ഫോഴ്സ്ഫുള്ളിയോ അല്ലാതെ തന്നെയോ നിങ്ങൾ സന്നദ്ധതയുള്ളവരായിട്ട് തീരേണ്ട ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ റിയൽ ലവ് എന്നാണ് ഞാൻ അതിന് പേര് കൊടുത്തത്. കാരണം എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് അടുത്തറിയുകയും അന്യോന്യം മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം. ഇതുവരെയും നിങ്ങളുടെ വികാരങ്ങളിൽ ഏറ്റവും നല്ലത് മാത്രമേ നിങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ളൂ ദ പീരീഡ് ഓഫ് റൊമാൻസിൽ അല്ലെങ്കിൽ ഹണിമൂൺ സ്റ്റേജിൽ. പക്ഷേ ഇനി മുതൽ നിങ്ങൾ ഒരു ഒറിജിനൽ മനുഷ്യനായിട്ട് നിങ്ങളുടെ പങ്കാളിയുടെ മുന്നിൽ നിങ്ങൾ ചിത്രീകരിക്കപ്പെടുവാനായിട്ട് പോവുകയാണ്. അപ്പം ഈ സ്റ്റേജ്, ഈ ഒരു ഫേസ് എന്ന് പറയുന്നത് ഇറ്റ്സ് അഡ്ജസ്റ്റിംഗ് ടു ദ റിയാലിറ്റി, യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടേണ്ടുന്നതായിട്ടുള്ള ഒരു കാലഘട്ടവും എന്ന് നമുക്കതിനെ കാണുവാനായിട്ട് സാധിക്കുന്നു. അതിൽ ഒരു ബുക്കിൽ ഞാൻ വായിച്ചപ്പോൾ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ദിസ് ഈസ് വാട്ട് യു ആർ റിയലൈസിങ് ദാറ്റ് യുവർ പാർട്ട്ണർ ഈസ് ആക്ച്വലി എ ഹ്യൂമൻ ബീയിങ്. നിങ്ങളുടെ പങ്കാളി ഒരു യഥാർത്ഥ മനുഷ്യനാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അതുവരെ ഒരു ഡ്രീം വേൾഡിൽ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു യഥാർത്ഥ മനുഷ്യനാണ് നിങ്ങളുടെ ജീവിത പങ്കാളി. വികാരങ്ങളിൽ വ്യത്യാസമുള്ളവനാണ്, വികാര പ്രകടനങ്ങളിൽ വ്യത്യാസമുള്ളവനാണ്, ഉള്ളവളാണ് എന്നൊക്കെ തിരിച്ചറിയുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷനോട് താതാമ്യം പ്രാപിക്കേണ്ടത് വളരെയധികം ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ ജീവിത പങ്കാളിയെ യഥാർത്ഥ മനുഷ്യനായിട്ട് തിരിച്ചറിയുവാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആദ്യത്തെ വർഷത്തിൽ ഇതൊന്നും ഒരുപക്ഷെ നമുക്ക് സാധ്യമായി തീരണമെന്നില്ല. നമ്മളുടെ ജീവിതം അങ്ങ് വളരെ സുന്ദരമായിട്ടൊരു പട്ടുമെത്ത പോലെ, നമ്മളൊക്കെ പറയാറുള്ള ഒരു പട്ടുമെത്ത പോലെ, പ്രശ്നങ്ങളൊന്നുമില്ല, ബുദ്ധിമുട്ടുകളൊന്നുമില്ല, അഭിപ്രായ വ്യത്യാസങ്ങളില്ല. ഉണ്ടെങ്കിലും അതൊക്കെ സഹിച്ച് അല്ലെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് പങ്കാളിക്ക് വേണ്ടി എല്ലാം നല്ലത് മാത്രം പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നു. ഈ സ്റ്റേജസിലാണ് പലപ്പോഴും കോൺഫ്ലിക്ട്സ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു കാലഘട്ടം. കുടുംബജീവിതത്തിൽ പ്രവേശിച്ചിരിക്കുന്ന കൂടുതൽ ആളുകളുടെയും ഒരു സർവേ എടുത്താൽ അറിയാം, ഈ ഹണിമൂൺ സ്റ്റേജിന് ശേഷം, അത് എത്ര നാൾ നീണ്ടു നിൽക്കുമെന്ന് എനിക്കറിയില്ല, ഓരോരുത്തരെ ബേസ് ചെയ്താണ്, എനിവേ മാക്സിമം 2 വർഷം, അതിനുശേഷം ഉള്ള ഒരു സെക്കൻഡ് സ്റ്റേജിലാണ് ഏറ്റവും കൂടുതൽ കോൺഫ്ലിക്ട്സ് കുടുംബജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് സാധ്യതയുള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഡിസ്കറേജ്മെന്റ് ഉണ്ടാകുവാൻ, നിങ്ങളെ നിരാശപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടാകുവാനായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം. ഈ കാലഘട്ടങ്ങളിലാണ് ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ അവരുടെ ചിന്തകളിൽ ഡൗട്ട്സ് അല്ലെങ്കിൽ സംശയങ്ങൾ ഉണ്ടാകുവാനായിട്ടുള്ള ഒരു കാലഘട്ടം ഈ ഒരു സെക്കൻഡ് സ്റ്റേജാണ്. വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു പീരീഡാണ് ഈ ഒരു സ്റ്റേജ് എന്ന് കാണുവാൻ സാധിക്കും. ഇത് എങ്ങനെ നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ മുന്നോട്ടുള്ള കുടുംബജീവിതത്തിലെ സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ നിർണ്ണയിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ വിജയ പരാജയങ്ങൾ നിർണ്ണയിക്കപ്പെടുന്നത്. ഈ സ്റ്റേജ് എങ്ങനെ നിങ്ങൾ ഓവർകം ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ വിജയകരമായിട്ട് ഇത് പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കുന്നു, അതിനെ അനുസരിച്ചാണ് മുന്നോട്ടുള്ള ജീവിതങ്ങൾ മുൻപോട്ട് പോകുന്നത്. അപ്പം ഇവിടെ പലപ്പോഴും ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കും, എൻ്റെ പ്രതീക്ഷകളെല്ലാം തകിടം മറിഞ്ഞു പോയിരിക്കുകയാണ്, എൻ്റെ ഭാര്യയെക്കുറിച്ച് എൻ്റെ പ്രതീക്ഷകളെല്ലാം ഇവിടെ മുഴുവൻ ഇല്ലാതെ പോയിരിക്കുന്നു, എൻ്റെ ഭർത്താവിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ മൊത്തം ഇവിടെ തകിടം മറിഞ്ഞു പോയിരിക്കുന്നു, ഞാൻ തന്നെ ഇല്ലാതായിരിക്കുന്നുവെന്ന് ചില ആളുകൾ ചിന്തിക്കാറുണ്ട്. അപ്പം ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് പങ്കാളികളെ കുറിച്ചുള്ള കുറ്റങ്ങളും കുറവുകളും അവരുടേതായിട്ടുള്ള പോരായ്മകളും ഒക്കെയാണ് കൂടുതൽ പോയിന്റ് ഔട്ട് ചെയ്യപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നത്. എൻ്റെ ഭാര്യ വാഷിംഗ് മെഷീനിൽ തുണിയൊന്നും ലോഡ് ചെയ്യാതിരിക്കുന്ന, അല്ലെങ്കിൽ അവൾ അലക്കുവാനും മറ്റുള്ള കാര്യങ്ങളൊന്നും ഏർപ്പെടാൻ അവർക്ക് കഴിയുന്നില്ല. എൻ്റെ മാതാവ് കുക്ക് ചെയ്ത് തന്നതുപോലെ എനിക്ക് കുക്ക് ചെയ്ത് തരുവാനായിട്ട് എൻ്റെ ഭാര്യയ്ക്ക് കഴിയുന്നില്ല. കറിയിലെ ഉപ്പിൻ്റെ കുറവും ടേസ്റ്റിൻ്റെ കുറവും ഒക്കെ നമ്മൾ ഈ 2ാമത്തെ സ്റ്റേജിലാണ് മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഭാര്യമാരെ കുറിച്ചാണെങ്കിൽ, എൻ്റെ പിതാവ് എന്നോട് കൂടെ ഉണ്ടായിരുന്ന സമയത്തിൽ എനിക്ക് മേടിച്ചു കൊണ്ട് തന്നിരുന്നത് പോലുള്ള സാധനങ്ങളൊന്നും പുറത്തേക്ക് പോകുമ്പോൾ മേടിച്ചുകൊണ്ട് വരുന്നില്ല. അതുപോലെ മറ്റുള്ള പല കാര്യങ്ങളിലും എൻ്റെ പിതാവ് ഏർപ്പെട്ടിരുന്നത് പോലെ എൻ്റെ ഹസ്ബൻഡ് ചെയ്യുന്നില്ല. പെൺകുട്ടികളെ പിതാവുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് ഇടയായി തീരും. ആൺകുട്ടികളെ സംബന്ധിച്ച് അവരുടെ മാതാവുമായിട്ട് ഭാര്യയെ അവരുടെ ആ ബന്ധത്തിൽ പലപ്പോഴും അങ്ങനെ ചിന്തിക്കുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പം ഒത്തിരിയധികം സ്ട്രഗിൾസ് ഹാൻഡിൽ ചെയ്യേണ്ടുന്ന ഒരു കാലഘട്ടം. അത് ഈ പീരീഡിനെ വിജയകരമാക്കി തീർക്കുന്നത്
നിങ്ങൾക്ക് എങ്ങനെ സ്ട്രഗിൾസിനെ ഹാൻഡിൽ ചെയ്യുവാനായിട്ടുള്ള സ്കില്ല് ഉണ്ട് എന്നതിനെ ആശ്രയിച്ചാണ് ഈ പീരീഡ് വിജയമായിട്ട് തീരുവാനായിട്ട് ഇടയായത്. അല്ലെങ്കിൽ മുന്നോട്ട് ആ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത് എങ്ങനെ ഈ സ്ട്രഗിൾസിനെ നിങ്ങൾ തരണം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് വിവാഹ ജീവിതത്തിലെ ഈ രണ്ടാമത്തെ സ്റ്റേജസിലാണ് ഏറ്റവും കൂടുതൽ ഡൈവോഴ്സ് കേസുകൾ നടക്കുവാനുള്ള ഒരു സ്റ്റേജാണ് എന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഡൈവോഴ്സ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഈ രണ്ടാമത്തെ സ്റ്റേജിലാണെന്നാണ്. ദാറ്റ് മീൻസ് ഒരു 2 വർഷം മുതൽ 10 വർഷം, ചിലപ്പോൾ അതിൽ ഇച്ചിരി അല്പം കൂടെ നീങ്ങിപ്പോകാം. അപ്പം ഈ ഒരു സ്റ്റേജസിൽ പല കാര്യങ്ങളും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇവിടെ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്ന ഈ അവസരത്തിലാണ് നമുക്ക് ദമ്പതികൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യത. കൂടുതൽ ആളുകൾക്കും കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ഈ സ്റ്റേജിൽ തന്നെയാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നത് വളരെ റെയർ ആയിട്ടുള്ള കേസുകളാണ്. അപ്പം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് രണ്ടുപേർക്കും കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് സന്തോഷമാണ്. അതോടൊപ്പം തന്നെ ചില ചലഞ്ചസും കൂടെ നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സാധ്യതയുണ്ടെന്നല്ല, അങ്ങനെയാണ്. അപ്പം ഇത് ഒരു അൺഅവോയ്ഡബിൾ പീരീഡ് ആയിട്ട് മനസ്സിലാക്കി എങ്ങനെ ഇതിനെ അന്യോന്യം അക്സെപ്റ്റ് ചെയ്യുവാനായിട്ടും അന്യോന്യം അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടും സാധിക്കുമെന്ന് രണ്ടുപേരും വളരെ ഗൗരവമായിട്ട് ചിന്തിക്കണം. മേക്ക് എ ക്ലിയർ ഷെഡ്യൂൾ. നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബജീവിതം മുന്നോട്ട് പോകുന്നു, ആ ഒരു റൊമാൻസ് സ്റ്റേജ് കഴിഞ്ഞു, ഇനി നിങ്ങൾ സീരിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് കടക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് ജനിക്കുവാനായിട്ട് ഇടയായി തീരുന്നു. ഇവിടെ ചില അതിരുകൾ നിങ്ങൾ നിശ്ചയിക്കേണ്ടതായിട്ടുണ്ട്. ഇതുവരെ ഒരു 2 വർഷത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം അതിരുകളൊന്നും പ്രത്യേകിച്ച് ഇല്ലാതെ ഒരു ഫാന്റസി വേൾഡിൽ നമ്മൾ പ്രത്യേകിച്ച് ലിമിറ്റേഷൻസ് ഒന്നും വെക്കുന്നില്ല. എപ്പോൾ എഴുന്നേക്കുന്നോ എപ്പോൾ കിടക്കുന്നു എന്നോ ഒന്നും നമ്മളെ ബോധർ ചെയ്യുവാനായിട്ട് ഒരു മനുഷ്യൻ പോലും ഇല്ല. ചില ആളുകൾ ചിലപ്പോൾ ഈ ഒരു ഹണിമൂൺ സ്റ്റേജസിലാണ്. അവർക്ക് വീട് വിട്ടുമാറി പുതിയൊരു വീട് വാങ്ങിച്ചേക്കാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് താമസിക്കണം എന്നൊക്കെയുള്ള ഒരു സ്റ്റേജസിലേക്ക് പോവുകയും ചിലപ്പോൾ ഒരു 2 മാസത്തിന് ശേഷം അല്ലെങ്കിൽ 1 വർഷത്തിന് ശേഷം തിരിച്ച് തറവാട്ടിലേക്ക് തന്നെ തിരിച്ചെത്തണമെന്നും ഒക്കെ അവർ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേജ്. അതൊക്കെ ഒരു ആദ്യത്തെ ഒരു ഡ്രീം, ഒരു രീതിയിലൊരു പോകുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇച്ചിരൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു തലത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അപ്പൊ ഇവിടെ നിങ്ങൾ ചില അതിരുകൾ നിങ്ങളുടെ ബന്ധങ്ങളിലും നിങ്ങളുടെ ഇടപെടലുകളിലും നിങ്ങൾ ഒരു ദിവസത്തെ തന്നെ ഷെഡ്യൂൾ ചെയ്യുവാനായിട്ട് സാധിക്കണം. എൻ്റെ ചില ഫ്രണ്ട്സിനെ കുറിച്ച് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അവര് ഒരു വീട്ടിൽ പോയപ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം തന്നെയാണ്, രാവിലെ 5 മണി മുതൽ എഴുന്നേൽക്കുമ്പോൾ മുതൽ വൈകുന്നേരം 10 മണിക്ക് കിടക്കുന്ന സമയം വരെയുള്ള ഷെഡ്യൂൾ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവർക്ക് കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ കുഞ്ഞുങ്ങളുടെ ആ ടൈം ടേബിൾ, പഠിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എഴുന്നേൽക്കുന്നതും ഓഫീസിൽ പോകുന്നതെല്ലാം ടൈം ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യുവാനായിട്ട് തുടങ്ങണം എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പം അറേഞ്ച് യുവർ ടൈം. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അറേഞ്ച് ചെയ്യുക. എപ്പോഴാണ് എഴുന്നേൽക്കുന്നത് എന്നുള്ളത് അറേഞ്ച് ചെയ്യുക, ടൈം ഫിക്സ് ചെയ്യുക. എപ്പോഴാണ് പ്രയർ ടൈം എന്നുള്ളത്, പ്രാർത്ഥിക്കുന്ന റിലീജിയസ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന ടൈം നിങ്ങൾ ഫിക്സ് ചെയ്യുക. അതോടൊപ്പം തന്നെ എപ്പോഴൊക്കെയാണ് TV ഓഫ് ചെയ്യേണ്ട സമയം, ഓൺ ചെയ്യേണ്ട സമയം, ഇതെല്ലാം നിങ്ങൾക്ക് സെറ്റ് ചെയ്യുവാനായിട്ട് ഇടയായി തീരണം. എപ്പോഴാണ് നിങ്ങൾ കുഞ്ഞുങ്ങളെ ഉറക്കുവാനായിട്ട് കിടത്തേണ്ടത് എന്നുള്ള സമയം നിങ്ങൾ സെറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരുമിച്ചുള്ള സമയം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പല കേസുകളിലും ഈ ഒരു സ്റ്റേജിൽ കംപ്ലൈൻറ്റ് കൂടുതലായിട്ട് വരുന്ന ഒരു സ്റ്റേജ്, ഒരു കോൺഫ്ലിക്റ്റ് വരാനായിട്ടുള്ള കാരണം നല്ലൊരു സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് പോലും ഭാര്യ ഭർത്താക്കന്മാർക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയാത്ത ഒരു സ്റ്റേജ് ആയിട്ട് ഇതിനെ കാണുന്നു. കാരണം കുഞ്ഞുങ്ങൾ കടന്നു വരുമ്പോൾ രണ്ടുപേരുടെയും സ്നേഹങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിട്ടു പോയോ, അവർ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയ്ക്ക് വരുന്നു. അങ്ങനെ അകലം കൂടുന്നത് ബെഡിൽ മാത്രമല്ല, അവരുടെ വികാരങ്ങളിലും അവരുടെ സ്നേഹത്തിലുമൊക്കെ അകലം കൂടുന്നതായിട്ട് അന്യോന്യം തോന്നുന്ന ഒരു സ്റ്റേജും കൂടെയാണ് ഈ ഒരു സ്റ്റേജ് എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു സ്റ്റേജിൽ എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാമെന്നുള്ളത് ഒരു മ്യൂച്വൽ അഡ്ജസ്റ്റ്മെൻറ്റ് ആവശ്യമായിട്ടുള്ള ഒരു സ്റ്റേജാണ് ഈ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് മനസ്സിലാക്കുക. അപ്പം കുഞ്ഞുങ്ങളെ ഉറക്കി കിടത്തുവാനും അവരെ സെപ്പറേറ്റ് റൂമിൽ കിടത്തേണ്ട സമയം വരുമ്പോൾ സെപ്പറേറ്റ് റൂമിൽ കിടത്തുവാനും ഒക്കെയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രണ്ടുപേരുടെയും ഭാഗത്തു നിന്നുണ്ടാകണം. അല്ലാതെ അന്യോന്യം പഴിചാരുന്ന ഒരു അനുഭവത്തിലേക്ക് എത്തിയാൽ ജീവിതം വീണ്ടും നരകതുല്യമായിട്ട് തീരുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മേക്ക് ക്ലിയർ ഷെഡ്യൂൾ എന്നുള്ളത് ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ്. ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് എപ്പോഴാണെന്നുള്ളത് കൃത്യമായിട്ട് ചെയ്ത് പോകുവാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ മേക്ക് കോംപ്രമൈസസ് എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയമാണ് ഈ രണ്ടാമത്തെ സ്റ്റേജിൽ. ഞാൻ പറഞ്ഞു
അന്യോന്യം അടുത്തറിയുന്ന ഒരു സ്റ്റേജാണ്. അതുകൊണ്ട് തന്നെ കോംപ്രമൈസസ് വളരെയധികം ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് വേണ്ടി വരും. ഉദാഹരണത്തിന് ഇപ്പം കുടുംബജീവിതത്തിൽ ഇപ്പോഴത്തെ ഒരു നവദമ്പതികളെ കുറിച്ചൊക്കെ ഇപ്പോഴത്തെ ഒരു ജനറേഷനെ കുറിച്ച് ചിന്തിക്കുമ്പം അവരെല്ലാം ഷെഡ്യൂൾ ചെയ്താണ് ചെയ്യുന്നത്. അവർ ഒരുപക്ഷെ വിവാഹത്തിന് മുമ്പേ തന്നെ എപ്പോഴാണ് കുഞ്ഞുങ്ങളെ വേണ്ടതെന്നതിനെ കുറിച്ചൊക്കെ അവരുടെ മനസ്സിലെ വ്യക്തമായ ധാരണകളുണ്ട്. അപ്പോൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ ഈ കോൺഫ്ലിക്റ്റ് കടന്നു വരും. ചിലർ പറയും നമുക്ക് ഇപ്പോൾ തന്നെ കുഞ്ഞുങ്ങളെ വേണം, ചിലർ ഫാമിലി പ്ലാനിങ് അഡോപ്റ്റ് ചെയ്യുന്നവരുണ്ട്, ചിലർ പറയും നമുക്കൊരു 2 വർഷം കഴിഞ്ഞിട്ട് മതി. അപ്പോൾ ഇങ്ങനെയുള്ള കോൺഫ്ലിക്ട്സിനെയൊക്കെ എങ്ങനെ നമുക്ക് പക്വതയോടെ കൈകാര്യം ചെയ്യുവാനായിട്ട് പറ്റും, അത് ഈ കാലഘട്ടങ്ങളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ കോംപ്രമൈസ് ചെയ്യുന്ന ചില ഹാബിറ്റ്സ് ഉണ്ടായിരിക്കാം. ചില ആളുകൾക്ക് ചില പ്രത്യേക ഹാബിറ്റ്സ് ഉണ്ട്. അപ്പം ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ കടന്നു വരുമ്പോൾ ഈ ഹാബിറ്റ്സുകൾ നമ്മളുടെ ജീവിതത്തെ ബാധിക്കുവാനായിട്ടിടയുണ്ട്. അപ്പോൾ ഈ ഹാബിറ്റ്സിനെ എങ്ങനെ നമ്മൾ കോംപ്രമൈസ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഫാമിലി റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരുന്ന കാര്യത്തിലും ഇപ്രകാരമുള്ള കാര്യങ്ങളുണ്ട്. അതുവരെയും അപ്പനും അമ്മയും ഒക്കെ ആയിട്ട് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് സമയം ചെലവഴിച്ചു കൊണ്ടുവരുന്നവർ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ അങ്ങനെ സാധിക്കാത്ത ഒരു സിറ്റുവേഷൻസ് വരാറുണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യുവാനായിട്ട് പറ്റും, എങ്ങനെ ആ സമയം അന്യോന്യം മനസ്സിലാക്കി അതിനെ അഡ്ജസ്റ്റ് ചെയ്യുവാനായിട്ട് ഭാര്യയ്ക്കും ഭർത്താവിനും അന്യോന്യം പറ്റുന്നു, അന്യോന്യം മാതാപിതാക്കന്മാരെ കരുതുന്നതിൽ എപ്രകാരം നമുക്ക് ടൈം എടുക്കുവാനായിട്ട് സാധിക്കും, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജായിട്ടാണ് ഇതിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ ഈ സ്റ്റേജിൽ വേണ്ടുന്ന ഒരു കാര്യം റെസ്പെക്റ്റ് ആൻഡ് ഓപ്പൺനെസ് ടു ചേഞ്ച് ആൻഡ് അക്സെപ്റ്റ് എന്നുള്ള ഒരു കാര്യമാണ്. ബഹുമാനവും അതുപോലെ തന്നെ തുറന്ന പ്രകടനങ്ങളും മാറ്റം വരുത്തുവാനും അംഗീകരിക്കുവാനുമായിട്ട് അത് ആവശ്യം തന്നെയാണ്. ഈ ഒരു കാര്യം ഇല്ല എങ്കിൽ ഈ സ്റ്റേജ് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് യു നീഡ് ടു ഹാവ് എ സീരിയസ് ഡിസ്കഷൻസ് ഇൻ ദി സ്റ്റേജ്. വളരെ ഗൗരവപരമായിട്ടുള്ള ചില ചർച്ചകളിലേക്ക് തന്നെ നിങ്ങൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അതിനെ ഒരു വികാരത്തിൽ കാണാതെ സ്നേഹത്തിൽ ആ ചർച്ചകളെ കാണുവാനായിട്ട് ഇടയായി തീരണം. എല്ലാവരും നിങ്ങളുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആവശ്യങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അന്യോന്യം പ്രകടിപ്പിക്കുന്നു, അത് അന്യോന്യം മനസ്സിലാക്കുന്നു. അങ്ങനെ അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് റെസ്പോണ്ട് ചെയ്യുവാനായിട്ട് സാധിക്കണം. അപ്പോൾ ഇത് നിങ്ങളുടെ കുടുംബജീവിതത്തിലെ ഒരു ഫൗണ്ടേഷൻ സ്റ്റേജ് ആണെന്ന് ഞാൻ അതിനെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇറ്റ്സ് എ ഫൗണ്ടേഷൻ സ്റ്റേജ്. ഇവിടെയാണ് ഒരു ഫൗണ്ടേഷൻ ഇടുന്നത്. ഒരുപക്ഷെ പലരും പറയാറുണ്ട് നിങ്ങൾ കുടുംബജീവിതം തുടങ്ങുന്ന ആ നിമിഷം തന്നെ ഫൗണ്ടേഷനിലേക്ക് പോകണമെന്ന്. പക്ഷെ പലപ്പോഴും അതിന് സാധ്യമല്ല. കാരണം വളരെ പക്വതയോടുകൂടി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർ പെർസെൻറ്റേജ് നോക്കിയാൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു 2 വർഷം കഴിയുമ്പോഴാണ് കാര്യങ്ങളെക്കുറിച്ച് സീരിയസ് ആയിട്ട് രണ്ടുപേരും ചിന്തിച്ചു തുടങ്ങുവാനായിട്ട് പോകുന്നത്. ഇവിടെയാണ് ചില ഫൗണ്ടേഷൻസ്, ചില അതിരുകൾ, ചില തീരുമാനങ്ങൾ ഒക്കെ നിങ്ങൾ എടുക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പം ക്രിയേറ്റ് എ ഫൗണ്ടേഷൻ ഫോർ ബീയിങ് ട്രൂലി നോൺ. അന്യോന്യം അറിയുവാനായിട്ടുള്ള ചില അടിത്തറകൾ ഇടുക, അതുപോലെ മനസ്സിലാക്കുവാനും അന്യോന്യം സപ്പോർട്ട് ചെയ്യുവാനും. അങ്ങനെ ചെയ്താൽ വർഷങ്ങളോളം നിങ്ങൾക്ക് സന്തുഷ്ടമായിട്ട് ജീവിക്കുവാനുള്ള ഒരു അടിത്തറയാണ് ഇവിടെ പണിയപ്പെടുന്നത്. അതിലാണ് പിന്നെ നമ്മൾ കയറി മുൻപോട്ട് പോകുന്നത്. അപ്പം ഇവിടെയാണ് കുടുംബജീവിതത്തിൻ്റെ സക്സസ്, വിജയ പരാജയങ്ങൾ നിർണ്ണയിക്കപ്പെടുവാൻ സാധ്യതയുള്ള ഒരു സ്റ്റേജ്. ഈ ഘട്ടത്തിലൂടെ ഒരുപക്ഷെ പലരും കടന്നു പോയിട്ടുണ്ട്. ചിലർ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഞാനിപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് 20 വർഷമായി, അതുകൊണ്ട് ഈ സ്റ്റേജ് എനിക്ക് ബാധകമേ അല്ല. പക്ഷെ ഞാൻ പറഞ്ഞു, ചില ആളുകൾ ഈ സ്റ്റേജ് ഓവർകം ചെയ്യണമെങ്കിൽ ചിലപ്പോൾ 25 വർഷവും എടുക്കും. അപ്പോൾ ഓരോരുത്തർ ഇതനുസരിച്ചാണ്. ചില ആളുകൾ ഈ സ്റ്റേജ് ഓവർകം ചെയ്യത്തേയില്ല. കാരണം അവരുടെ ജീവിതം മുഴുവൻ കോൺഫ്ലിക്ട്സും തമ്മിത്തല്ലും ഒക്കെ ആയിട്ട്, അവിശ്വാസങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. മറ്റൊരു സ്റ്റേജിലേക്ക് കടക്കുവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഈ സ്റ്റേജ് കഴിഞ്ഞ് അപ്പുറത്തെ ഒരു സ്റ്റേജിലേക്ക് കടന്നു പോകുവാനായിട്ട് സാധിക്കണമെങ്കിൽ ഇവിടെ അന്യോന്യം അഡ്ജസ്റ്റ് ചെയ്യുവാനായിട്ട്, കോംപ്രമൈസ് ചെയ്യുവാനായിട്ട്, ചില ഷെഡ്യൂളുകൾ വയ്ക്കുവാനായിട്ടൊക്കെ പക്വതയോടെ അതിനെ കാണുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബം വിജയമായിട്ട് തീരുവാനായിട്ട് ഇടയായി തീരും. 3ാമത്തെ സ്റ്റേജിലേക്ക് നമുക്ക് പോകാം. 3ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്, ഞാൻ അതിന് പേര് കൊടുക്കുവാനായിട്ട് സാധിക്കും. ഞാൻ 2ാമത്തെ സ്റ്റേജ് പറഞ്ഞത് റിയൽ ലവ് ആണ്. കാരണം യഥാർത്ഥമായിട്ടുള്ള ബിഹേവിയേഴ്സ്, അതുപോലെ തന്നെ സ്വഭാവ രീതികൾ, ആരാണ് എൻ്റെ ഹസ്ബൻഡ് ആരാണെന്ന് ഭാര്യ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുന്നു, എൻ്റെ ഭാര്യ ആരാണെന്ന് ഭർത്താവ് യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുന്നു. ദിസ് ഈസ് വാട്ട് ഹി ഈസ്, ദിസ് ഈസ് വാട്ട് ഷീ ഈസ് എന്ന് മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജാണ്. 3ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് കംഫർട്ടബിൾ ലവ് എന്നുള്ള ഒരു പേരാണ് ഞാൻ കൊടുക്കുന്നത്. കംഫർട്ടബിൾ ലവ് 11 മുതൽ
30 വർഷം വരെയുള്ള കാലഘട്ടം. കുടുംബജീവിതം ആരംഭിച്ച് 11 വർഷം മുതൽ 30 വർഷം, ഒരു നോർമൽ സ്റ്റേജിൽ ഈ കാലഘട്ടങ്ങളൊക്കെ വലിയ പ്രയാസമില്ലാതെ മുൻപോട്ട് പോയാൽ ഈ ഒരു സ്റ്റേജ് 11 മുതൽ 30 വർഷം വരെയാണ് എന്നാണ് കാണുവാൻ കഴിയുന്നത്. ഇത് എല്ലാ കുടുംബജീവിതങ്ങളിലും ഭൂരിഭാഗം കേസുകളിലും നല്ല രീതിയിൽ കുടുംബബന്ധം നയിക്കുന്നവരെ സംബന്ധിച്ച് ഇതൊരു പീസ്ഫുൾ ടൈം എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ജനറലായിട്ട് വ്യത്യാസ്തതകളുണ്ട്. ചിലർക്ക് ഇതൊരു ഹൊറിബിൾ പീരീഡ് ആയിരിക്കാം, പക്ഷേ മോസ്റ്റ് കേസസിൽ ഇതൊരു പീസ്ഫുൾ ആയിട്ടുള്ള, മറ്റുള്ള സെക്കൻഡ് സ്റ്റേജിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള അതുകൊണ്ടാണ് കംഫർട്ടബിൾ ലവ് എന്നതിന് പേര് കൊടുക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ സ്റ്റേജിന് മറ്റൊരു പേരും കൂടെ കൊടുക്കുക, സ്റ്റെബിലിറ്റി സ്റ്റേജ്. ഒരു സ്ഥിരത ഉള്ള, ഇത്രയും നാളുകൾ നമുക്കൊന്നും സ്ഥിരത ഉണ്ടായിട്ടില്ല. ഇതൊരു സ്ഥിരതയുള്ള സ്റ്റേജാണ്, ഫ്രണ്ട്ഷിപ്പ് സ്റ്റേജാണ്, റെക്കൺസിലിയേഷൻ സ്റ്റേജാണ് എന്നൊക്കെ കാണുവാൻ സാധിക്കുന്നു. ഞാൻ ഇതിനു മുമ്പുള്ള സെഷൻസിൽ പറഞ്ഞിട്ടുണ്ട്, ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് ഒരു 5 തരത്തിലുള്ള ആശയവിനിമയത്തെക്കുറിച്ച് പറഞ്ഞു. 6ാമത് ഞാൻ പറഞ്ഞത് ഫ്രണ്ട്ലി ടൈപ്പാണ് പറഞ്ഞത്. അപ്പം ഇവിടെ ഒരു ഫ്രണ്ട്ഷിപ്പും കൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ഈ 10 വർഷക്കാലം ഒരുമിച്ച് ജീവിച്ചു കഴിഞ്ഞപ്പോൾ അന്യോന്യം മനസ്സിലാക്കി കഴിഞ്ഞു, അന്യോന്യം സുഹൃത്തുക്കളായിട്ട് അവർ മാറിയിരിക്കുന്നു, അവർക്ക് അന്യോന്യം അഡ്ജസ്റ്റ് ചെയ്യുവാനായിട്ട് അവർ പഠിച്ചിരിക്കുന്നു. ഒരു റെക്കൺസിലിയേഷൻ്റെ സ്റ്റേജായിട്ട് ഇത് മാറിയിരിക്കുന്നു. ചില ആളുകൾ കുടുംബജീവിതത്തിൽ ഒരിക്കലും ഈ സ്റ്റേജിലേക്ക് എത്തിപ്പെടുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് നിങ്ങൾക്ക് യഥാർത്ഥമായിട്ട് പലപ്പോഴും ഒരു കൗൺസിലറുടെ ആവശ്യമായിട്ട് വരുന്നത്. ഒരു ഫാമിലി കൗൺസിലറെ നിങ്ങൾ കാണേണ്ട ആവശ്യം വരുന്നത്, ഈ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ യഥാർത്ഥമായിട്ട് ഒരു ഫാമിലി കൗൺസിലറുടെ ഹെൽപ്പ് ആവശ്യമായിട്ട് നിങ്ങൾക്ക് വരാറുണ്ട്. ചില അവസരങ്ങളിൽ ഒരു റിലീജിയസ് പേഴ്സണാലിറ്റീസ് ആണെങ്കിൽ ചിലപ്പോൾ അവരുടെ റിലീജിയസ് ആയിട്ടുള്ള നേതാക്കന്മാരെ അവർ അപ്രോച്ച് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ള കൗൺസിലേഴ്സിൻ്റെ അഡ്വൈസസ് നിങ്ങൾക്ക് സ്വീകരിക്കാം ഈ ഒരു 3rd സ്റ്റേജിലേക്ക് എത്തിപ്പെടുവാനായിട്ട്. അപ്പം അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ നിരന്തരം നരകതുല്യമായിട്ട് അവരുടെ ജീവിതം മുന്നേറുന്നതായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്. പക്ഷെ ചിലരെ സംബന്ധിച്ച്, കൂടുതൽ ആളുകളെ സംബന്ധിച്ച് അവരൊരു ഡീപ്പായിട്ടുള്ള സ്നേഹത്തിൻ്റെ തലങ്ങളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ആഗ്രഹിക്കുകയും അങ്ങനെ എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു കംഫർട്ടബിൾ ലവ് എന്ന് പറയുന്ന 3ാമത്തെ തലം എന്ന് പറയും, 3ാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഈ സ്റ്റേജിൽ നമുക്ക് ഒത്തിരിയധികം വെല്ലുവിളികളുണ്ട്. ഇവിടെ നമ്മൾ നോക്കുന്ന അവസരത്തിൽ ഫൈനാൻഷ്യൽ സ്ട്രഗിൾസ് വളരെയധികം കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു സ്റ്റേജാണ്. 1ാമത്തെ സ്റ്റേജിനെ കഴിഞ്ഞും 2ാമത്തെ സ്റ്റേജിനെ കഴിഞ്ഞും കൂടുതൽ നമുക്ക് ബാധ്യതകളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ പിഞ്ചുകുട്ടികളല്ല, അവർ വളരുന്ന യുവാക്കന്മാരായിട്ട് തീരുന്ന ഒരു കാലഘട്ടമാണ്. അവരുടെ പഠന കാര്യങ്ങളുണ്ട്, അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അവരുടെ ജോലിയിലേക്ക് നമ്മൾ അവരെ ഡയറക്റ്റ് ചെയ്യുന്ന കാലഘട്ടമാണ്. അതുപോലെ തന്നെ അവരുടെ വിവാഹത്തിലേക്ക് നമ്മൾ അവരെ ഡയറക്റ്റ് ചെയ്യുക മാത്രമല്ല, വിവാഹം കഴിച്ച് അയക്കുകയും ചെയ്യുന്ന ഒരു സംഭവം ഈ 11 മുതൽ 30 വർഷം വരെയുള്ള കാലഘട്ടങ്ങളിൽ നടക്കുന്നു. അപ്പോൾ ഒത്തിരിയധികം ഫൈനാൻഷ്യൽ ബേർഡൻസ് നിങ്ങൾ തോളിലേന്തേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ യു ഷുഡ് ബഡ്ജറ്റ് യുവർ ഇൻകം ആൻഡ് എക്സ്പെൻസസ്. നിങ്ങളുടെ വരവ് ചെലവുകൾ നിങ്ങൾ യഥാർത്ഥമായിട്ട് ബഡ്ജറ്റ് ചെയ്യണം. ഞാനതിനെക്കുറിച്ച് പിന്നെ ഒരു സമയത്ത്, പിന്നെ ഒരു സെഷനിൽ ഫാമിലി ബഡ്ജറ്റിനെ കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥമായിട്ട് ഫാമിലി ബഡ്ജറ്റോട് കൂടി മാത്രമേ ഒരു കുടുംബം മുന്നോട്ട് സക്സസ്ഫുൾ ആയിട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഞാൻ ഇതൊന്നും ചെയ്യാത്ത വ്യക്തിയാണെന്ന് പറഞ്ഞ് ചിലർ മുന്നോട്ട് പോകാറുണ്ട്. പക്ഷെ ബഡ്ജറ്റ് ചെയ്തുള്ള കുടുംബജീവിതങ്ങൾ തീർച്ചയായിട്ടും അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അനുഗ്രഹമായിട്ട് മുൻപോട്ട് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു കാലഘട്ടങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള വെല്ലുവിളികൾ ഉണ്ട് എന്ന് പറഞ്ഞാലും ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിതൊരു വളരെ യഥാർത്ഥമായിട്ടുള്ള സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു അവസരമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പറയാനായിട്ട് സാധിക്കുന്നത്, റീ എസ്റ്റാബ്ലിഷ് എ പെർഫെക്റ്റ് സെക്ഷൽ ലൈഫ്. വീണ്ടും ഒരു ഹണിമൂൺ സ്റ്റേജിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഹണിമൂൺ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നിനെക്കുറിച്ചും ആലോചിക്കുന്നില്ല, ഒരു ഡ്രീം വേൾഡിൽ പോവാന്ന് പറഞ്ഞു. അപ്പം ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് പോലും ഡീപ്പായിട്ട് പ്രവേശിക്കുവാനും സന്തോഷിക്കുവാനും ഒക്കെ ഒരു സമയം കിട്ടുന്ന അല്ലെങ്കിൽ കഴിയുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ഈ 3ാമത്തെ സ്റ്റേജിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. റീ എസ്റ്റാബ്ലിഷ് എ സെക്ഷൽ ലൈഫ്. കാരണം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ വളരുന്നു,
അവർ മറ്റുള്ള ബെഡ്റൂമിലേക്ക് അവർ സ്വതന്ത്രമായിട്ട് പോകുവാനായിട്ടും അവർ സ്വന്തമായിട്ട് അവർക്ക് അപ്രകാരമുള്ള സാഹചര്യങ്ങളുള്ള കുടുംബങ്ങളാണ് എങ്കിൽ അവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു മുറിയും ഭാര്യയും ഭർത്താവും വീണ്ടും ഒരുമിച്ച് ആദ്യത്തെ ഒരു സ്റ്റേജിലേക്ക് വരുന്നത് പോലെയുള്ള അനുഭവങ്ങളൊക്കെ അവർക്ക് അവരുടെ സെക്ഷൽ ഡിസയേഴ്സ് ഒക്കെ ഓപ്പൺ ആയിട്ട് പ്രകടിപ്പിക്കുവാനായിട്ട് ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ഒക്കെ ഉള്ള ഒരു അവസരത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ആസ്വദിക്കുവാനായിട്ട് കഴിയുന്ന ഒരു കാലഘട്ടമാണ്. അതാണ് ഒരു കംഫർട്ടബിൾ ലവ്. എല്ലാ തലങ്ങളിലും, ആ ഒരു സെക്ഷൽ ലൈഫിൽ മാത്രമല്ല, എല്ലാ തലങ്ങളിലും ഇപ്പം അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അന്യോന്യം പങ്കുവയ്ക്കുന്നതിനാണെങ്കിലും ചിലപ്പോൾ കുഞ്ഞുങ്ങളോട് നമുക്ക് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്, അത് നമുക്ക് ഒരു ഓപ്പണായി ഷെയർ ചെയ്യുവാനും ഒക്കെ ഇപ്രകാരമുള്ളൊരു സ്പേസ് ഭാര്യ ഭർത്തൃബന്ധത്തിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പം ഈ കാലഘട്ടങ്ങളിൽ മറ്റുള്ള ഒരു ബന്ധങ്ങളിലേക്കൊന്നും നമ്മുടെ ചിന്തകൾ ആകർഷിക്കപ്പെടുവാനായിട്ട് ഒരു സാധ്യതയുമില്ല. നേരെ മറിച്ച് ഈ വിവാഹ ജീവിതം തുടങ്ങി 1 മുതൽ 10 വരെ ഉള്ള വർഷങ്ങൾ, അത് 2 സ്റ്റേജസ് ആണ്. ഈ വർഷങ്ങളിൽ ചിലപ്പോൾ മുൻകാല ബന്ധങ്ങൾ ഉണ്ടായിരുന്നവരുണ്ടായിരിക്കാം, നമുക്ക് പറയാൻ പറ്റത്തില്ല. വിവാഹത്തിന് മുമ്പ് മറ്റ് ബന്ധങ്ങൾ ഉണ്ടായിരുന്നവർ, മറ്റുള്ളവരെ സ്നേഹിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാം, പാസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഓർമ്മയിലേക്ക് കടന്നു വരുവാൻ ഈ 10 വർഷത്തെ ഇടവേളയ്ക്ക് ഇടയായിത്തീരും. ചിലപ്പം നമുക്ക് ടേസ്റ്റിനനുസരിച്ച് നമ്മുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ വൈഫോ മുന്നോട്ട് പോകുന്നില്ല എന്നൊക്കെ തോന്നുമ്പം പഴയ ഫ്രണ്ട്ഷിപ്പ് സൗഹൃദങ്ങളിലേക്കൊക്കെ അവർ പോകുവാനായിട്ടും അങ്ങനെയുള്ള ബന്ധങ്ങളിലേക്ക് പ്രവേശിക്കുവാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ 11 മുതൽ മുൻപോട്ടുള്ള ഒരു സ്റ്റേജ് 30 വരെ നോക്കുമ്പോൾ അതിനൊക്കെ യാതൊരു വിധമായിട്ടുള്ള ചാൻസസ് വളരെ കുറഞ്ഞ ഒരു സ്റ്റേജായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പാർട്ട്ണറായിട്ട് എല്ലാ സമയത്തുമുള്ള ഒരു പെർഫെക്റ്റ് പാർട്ട്ണറാണ് എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ എന്ന് അന്യോന്യം റിയലൈസ് ചെയ്യുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ഇതിനെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെയാണ് ഞാൻ പറഞ്ഞതുപോലെ രണ്ടാമത്തെ സ്റ്റേജിൻ്റെ ആ സ്ട്രഗിൾ കൊണ്ട് എൻ്റെ ഹസ്ബൻഡ് ആരാണ്, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ഇങ്ങനെയൊക്കെയാണ് എന്ന് യഥാർത്ഥമായിട്ട് ഭാര്യ അങ്ങ് മനസ്സിലാക്കുക. ഭർത്താവ്, എൻ്റെ ഭാര്യ ഇങ്ങനെയൊക്കെയാണ്, അവളെ ഞാൻ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നെ അവിടെ ഡൗട്ട്സിൻ്റെ കാര്യങ്ങളില്ല, പിന്നെ അവിശ്വാസത്തിൻ്റെ ഒരു തലങ്ങളുമില്ല. വളരെ വിശ്വസ്തരായിട്ട് അന്യോന്യം കൂടുതൽ അടുക്കുന്ന ഒരു കാലഘട്ടമായിട്ട് ചിലപ്പോൾ ഓപ്പോസിറ്റ് സെക്സിലുള്ള ആളുകളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോഴാണെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഒരു സെക്കൻഡ് തേർഡ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഭാര്യ ഭർത്തൃബന്ധത്തിൽ വരുവാൻ സാധ്യതയില്ല. കാരണം ഈ 10 വർഷത്തെ ഇടവേള കൊണ്ട് അവർ അന്യോന്യം ഏറ്റവും അടുത്ത് അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇദ്ദേഹം ഇങ്ങനെയാണ്, ഇവൾ ഇങ്ങനെയാണ് എന്ന് അന്യോന്യം വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് പിന്നെ വേറെ ആരുടെയും സർട്ടിഫിക്കറ്റും ഈ കാലഘട്ടങ്ങളിലെ ഭാര്യ ഭർത്തൃബന്ധത്തിൽ ആവശ്യമില്ല. 10 വർഷത്തെ ആ ഒരു എക്സ്പീരിയൻസ് ചിലപ്പോൾ മറ്റുള്ളവരൊക്കെ നമ്മുടെ ഭാര്യയെക്കുറിച്ചോ അല്ലെങ്കിൽ ഭർത്താവിനെ കുറിച്ചോ ഒക്കെ പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാകും. പക്ഷേ ഈ കാലഘട്ടം അതിനൊന്നും കൂടുതൽ സാധ്യതയില്ല. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടം ഏറ്റവും ഒരു പെർഫെക്ഷനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ചില ആളുകളെ സംബന്ധിച്ച് അവർക്ക് തോന്നുന്നത് ഫീൽ ഓഫ് സെൻസ് ഓഫ് ലോസ് എന്നുള്ളതാണ്. എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ഒരു സെൻസിലേക്ക് അവർ പോകാറുണ്ട്. അത് വളരെ കുറഞ്ഞ ഒരു വളരെ പെർസെൻറ്റേജ് വളരെ കുറവാണ്. അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു പോയി, ഇദ്ദേഹം ഇങ്ങനെ ഒരു മനുഷ്യനായിരുന്നു എന്ന് എനിക്ക് ഒരിക്കലും അറിയത്തില്ലായിരുന്നു എന്നൊക്കെയുള്ള ഒരു സ്റ്റേജ്. പക്ഷേ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിപ്പെട്ടാൽ ഇനിയിപ്പോൾ അദ്ദേഹം അങ്ങനെയുള്ള ഒരു മനുഷ്യനാണെങ്കിലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുവാനായിട്ടും അദ്ദേഹത്തെ നിങ്ങളുടെ സ്നേഹത്തിലൂടെ മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കണം. നേരെ തിരിച്ചും ഭാര്യയെക്കുറിച്ചാണെന്ന് പറഞ്ഞാലും ഇവൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും, കാരണമെന്ന് പറഞ്ഞാൽ കുടുംബജീവിതം നമുക്ക് ഒന്നേ ഉള്ളൂ, ഒരാളുമായിട്ട് മാത്രമേ നമുക്ക് ബന്ധമുള്ളൂ, ഒരു ലൈഫ് ടൈം റിലേഷനാണിത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊള്ളുവാനും അഡ്ജസ്റ്റ് ചെയ്യുവാനും മാറ്റിയെടുക്കുവാനായിട്ട് നമുക്ക് ഈ സ്റ്റേജിൽ സാധിക്കും, അതിന് സംശയമൊന്നുമില്ല. അപ്പം കുടുംബജീവിതത്തിലെ വിജയം എന്ന് പറയുന്നത് അന്യോന്യം ഈ മനസ്സിലാക്കൽ ഉണ്ടാകുക, അന്യോന്യം കരങ്ങൾ ചേർത്ത് പിടിക്കുക, ഏത് സിറ്റുവേഷൻസിനെയും തരണം ചെയ്യുവാൻ പ്രാപ്തിയുള്ള പക്വതയുള്ള ജീവിതം നയിക്കുന്ന പങ്കാളികളായിട്ട് തീരുവാൻ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് സാധ്യമായിട്ട് തീരും. 4ാമത്തെ സ്റ്റേജിലേക്ക് നമുക്ക് പോകാം. 4ാമത്തെ സ്റ്റേജിന് ഞാൻ കൊടുക്കുന്ന പേര് റിന്യൂവിങ് ലവ് എന്നുള്ള ഒരു സ്റ്റേജാണ്. സ്റ്റേജ് 4, 4ാമത്തെ ഘട്ടം, കുടുംബജീവിതത്തിൻ്റെ സ്നേഹത്തിൻ്റെ 4ാമത്തെ ഘട്ടം. ആ ഘട്ടം എന്ന് പറയുന്നത് 31 മുതൽ 40 വർഷം വരെയുള്ള കാലഘട്ടമായിട്ടാണ് ഞാൻ തിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കുടുംബജീവിതം ആരംഭിച്ച് 31 വർഷം മുതൽ 40 വർഷം വരെയുള്ള കാലഘട്ടങ്ങൾ. ബാക്ക് ടു ദ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റീസ്.
നിങ്ങളിലേക്ക് തന്നെ വീണ്ടും നിങ്ങൾ കടന്നു വരുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ഇതിനെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു എംപ്റ്റി നെസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെടുന്ന ഒരു ഘട്ടമായിട്ട്, എല്ലാം ശൂന്യമായിട്ട് പോകുന്ന ഒരു ഘട്ടമായിട്ടൊക്കെ ചിലർ ഇതിനെ അഡ്രസ്സ് ചെയ്യാറുണ്ട്. നിങ്ങളുടെ കുടുംബത്തിലെ സ്നേഹങ്ങളൊക്കെ അകന്നു പോകുന്ന ഒരു വർഷമായിട്ട്. കാരണം നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് വിവാഹം ചെയ്ത് അയക്കുന്നു. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവരെയൊക്കെ നമ്മൾ വിവാഹം ചെയ്ത് അയക്കുന്നു. ചിലരൊക്കെ നമ്മുടെ കുടുംബത്തിൽ താമസിക്കുന്നു, ചിലരൊക്കെ അവരുടെ ജോലി സംബന്ധമായിട്ട് മാറി താമസിക്കുന്നു, ചിലരൊക്കെ ജോലി സംബന്ധമായിട്ടല്ലെങ്കിലും അവരുടെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നിലനിൽപ്പിന് വേണ്ടി അവർ വേറെ ഭവനങ്ങൾ പണിത് താമസിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള സ്റ്റേജ്. അപ്പം കുഞ്ഞുങ്ങൾ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു, നമ്മൾ വീണ്ടും തനിച്ചാകുന്നു എന്നൊക്കെയുള്ള ഒരു സെൻസ് ഓഫ് എംറ്റിനെസ്, ഒരു ശൂന്യത അല്ലെങ്കിൽ നഷ്ടപ്പെടലൊക്കെ ചിലർക്ക് ഈ ഒരു സ്റ്റേജിൽ അനുഭവപ്പെടുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിലേക്ക് നമ്മൾ നോക്കുന്ന അവസരത്തിൽ ഈ കാലഘട്ടങ്ങളിലാണ് എൻ്റെ ഭർത്താവിന് ഞാനേ ഉള്ളൂ, എൻ്റെ ഭാര്യയ്ക്ക് ഞാനേ ഉള്ളൂ എന്ന് ഭാര്യയും ഭർത്താവും അന്യോന്യം തിരിച്ചറിയുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. നമ്മളൊരു കുടുംബജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പല ബന്ധങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. കുടുംബജീവിതം നയിക്കുന്നതോടുകൂടിയാണ് ഒരു മനുഷ്യൻ പൂർണ്ണനായി തീരുന്നത്. പൂർണ്ണതയിലേക്കുള്ള ഓരോ സ്റ്റെപ്പാണ് കുടുംബജീവിതം പിന്നെ മുൻപോട്ട് പോകുന്ന ഓരോ സ്റ്റെപ്പ് എന്ന് ഞാൻ ഇന്നാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ മരണം വരെയും കൂടെ നിൽക്കേണ്ട ആളുകളാണ് ഭർത്താവും ഭാര്യയും എന്ന് പറയുന്നത്. ആ ബന്ധത്തിൽ പല ആളുകൾ ഒരുപക്ഷെ നമ്മോട് കൂടെ യാത്ര ചെയ്തെന്നിരിക്കാം, ചിലരൊക്കെ പല പല സ്റ്റോപ്പുകളിൽ ഇറങ്ങിപ്പോയെന്നിരിക്കാം. മാതാപിതാക്കൾക്ക് എത്ര നാൾ നമ്മോട് കൂടെ നിൽക്കാനായിട്ട് പറ്റുകയില്ല. ഒരു കാലഘട്ടം കഴിയുമ്പോൾ അവർ ഈ ലോകത്തിൽ നിന്ന് തന്നെ അപ്രതീക്ഷിതമായിട്ട് പോകും. എത്ര നമ്മളെ സ്നേഹിക്കുന്നവരാണെന്ന് നമ്മൾ സ്നേഹിക്കുന്നവരാണെങ്കിലും കുറച്ച് നാളുകളെ അവർ കൂടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. മക്കൾ എത്ര നാൾ നമ്മുടെ കൂടെ നിൽക്കും? അവരെ നമ്മൾ പ്രായമാകുമ്പോൾ വിവാഹം കഴിച്ച് അയച്ചേ മതിയാകത്തുള്ളൂ. അവർക്കും വേറെ ഒരു ഫാമിലി ലൈഫിലേക്ക് അവർ പ്രവേശിച്ചേ മതിയാകത്തുള്ളൂ. കുഞ്ഞുമക്കളാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോൾ ഇവരൊക്കെ ഈ ബസ്സിലെ യാത്രക്കാരാണെങ്കിലും പല സ്റ്റോപ്പുകളിൽ അവർ ഇറങ്ങിപ്പോകുന്നതായിട്ട് കാണുന്നു. പക്ഷേ ഭാര്യയും ഭർത്താവും വീണ്ടും തങ്ങളിലേക്ക് തന്നെ ഒതുങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ മനസ്സിലാക്കേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത്, ഈ 4ാമത്തെ സ്റ്റേജിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അൺപാക്കിംഗ് ഓൾഡ് ബാഗേജസ് ആൻഡ് ഹാവിങ് ഫൺ എന്നുള്ള ഒരു സ്റ്റേജാണിത്. പഴയ ഓർമ്മകളൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കുവാനായിട്ടും നിങ്ങൾ പരസ്പരം സന്തോഷം പങ്കുവെക്കുവാനും ഉല്ലാസമാക്കി ജീവിതം തീർക്കുവാനും ഒക്കെ ശ്രമിക്കേണ്ടുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. ആ രീതിയിൽ അതിനെ കാണുന്ന അനേക വ്യക്തികളെ എനിക്ക് അറിയാം. വിവാഹമൊക്കെ കഴിച്ച് കുഞ്ഞുങ്ങളെ വിവാഹമൊക്കെ കഴിച്ചതിന് ശേഷം അവർ സന്തോഷമായിട്ട് ജീവിതം നയിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരിയധികം സമയം നിങ്ങൾക്ക് ലഭിക്കുന്നു, അന്യോന്യം ഒത്തിരിയധികം പങ്കുവെക്കുക. ആ സമയം വരെ ചിലപ്പോൾ മക്കൾക്കും ഒക്കെ ആയിട്ട് നമ്മളത് വേർതിരിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് അന്യോന്യമുള്ള സമയങ്ങൾ ഒത്തിരിയധികം ലഭിക്കുന്നു. പുതിയ പുതിയ ഹോബീസൊക്കെ നിങ്ങൾ കണ്ടെത്തുവാനായിട്ട് ഈ അവസരത്തിൽ ഇടയാണ്. ഒരുപോലെ ഇൻട്രസ്റ്റ് ഉള്ള പല കാര്യങ്ങൾ ഒരുമിച്ച് ഇരിക്കുവാനും ഒരുമിച്ച് കണ്ടെത്തുവാനുമുള്ള ചില വിവാഹം കഴിഞ്ഞിട്ട് ഈ 31 വർഷത്തിന് ശേഷമുള്ള ആളുകളെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുണ്ട്. ചിലരൊക്കെ ഒരുമിച്ച് കാപ്പി കുടിക്കുവാനായിട്ട് പോകുന്നു, അല്ലെങ്കിൽ അവരുടെ തരപ്പടിക്കാരായുള്ള ആളുകളുമായിട്ട് ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് പങ്കുവെക്കുന്നു. ഭർത്താവ് ഒരുമിച്ച് ഒറ്റയ്ക്ക് പോകുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ചില ടൂർ പ്രോഗ്രാമുകളിലൊക്കെ പോകുന്നു, ചില വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനായിട്ട് പോകുന്നു. ഇതൊക്കെ ഒരുമിച്ചുള്ള അവരുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള കണ്ടെത്തലുകളാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ സ്റ്റേജിൽ ഉള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അവർ ചില കാര്യങ്ങളൊക്കെ നിർവഹിച്ചു എന്നുള്ള വളരെ ഒരു പ്രൈഡ് ഇൻ യുവർ അക്കംപ്ലീഷ്മെന്റ് എന്നാണ് ഞാൻ അതിനെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ചെയ്തു തീർത്ത കാര്യങ്ങളിൽ നിങ്ങൾ അഭിമാനം കൊള്ളുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. രണ്ടുപേരും കൂടെ ഒരുമിച്ചുള്ള യാത്രയിൽ ചില കടമകളൊക്കെ നിർവഹിച്ചു എന്നുള്ള ഒരു സന്തോഷവും സംതൃപ്തിയും ഒക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. റെസ്പോൺസിബിലിറ്റീസ് ആർ ഓവർ. കൂടുതൽ സമയങ്ങളിലും നിങ്ങളുടെ വലിയ വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ തീർന്നു, ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഇനി ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ നമ്മൾ കാണുവാനായിട്ട് ഇടയായി തീർന്നത് ഒരു പഴയ ആ ബന്ധത്തിലേക്ക്, ചൂടെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഈ അവസരത്തിൽ കടന്നു വരാം. ആ അവസരത്തിൽ അന്യോന്യം സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാകണം. ഈ അവസരത്തിൽ നിങ്ങളുടെ സ്നേഹം കൂടുതൽ സ്ട്രോങ്ങർ ആയിട്ട് തീരുവാനായിട്ട് ഇടയുണ്ട്. ഒരുപക്ഷെ നിങ്ങളത് പുറമെ പ്രകടിപ്പിച്ചിട്ടില്ല എങ്കിലും നിങ്ങളുടെ സ്നേഹം തീവ്രമായിട്ട് തീരുവാനായിട്ടുള്ള ഒരു ഘട്ടം കൂടിയായിട്ടാണ് ഇതിനെ കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ അതിനെ അനുഭവിക്കുവാനായിട്ട് ഈ കാലഘട്ടങ്ങളിൽ
നേരെ മറിച്ച് എൻ്റെ കൂടെ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് നിരാശപ്പെടുന്നതിന് പകരം അന്യോന്യമുള്ള സമയം ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആക്കി എടുക്കുവാൻ ഭാര്യ ഭർത്താക്കന്മാർ ഈ ഒരു സ്റ്റേജിൽ 31 വർഷം മുതൽ 40 വർഷം വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇടയായിത്തീരണം. ലാസ്റ്റ് സ്റ്റേജിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നു. ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്, ഞാൻ അതിന് പേര് കൊടുക്കുന്നത് ട്രാൻസെൻഡിങ് ലവ് എന്നുള്ള ഒരു കാലഘട്ടമായിട്ടാണ് അതിനെ കാണുവാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഇന്നു വരെയുള്ള സ്നേഹം മാറി സ്നേഹത്തിൻ്റെ മറ്റൊരു തലം, അല്ലെങ്കിൽ സ്നേഹപ്രകടനങ്ങളുടെ മറ്റൊരു തലമാണ് 41 വർഷം കഴിഞ്ഞും അതിന് മുകളിലേക്കുമുള്ള അവരുടെ കുടുംബജീവിതങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ പൂർണ്ണമായിട്ട് നിറവേറ്റപ്പെട്ടു. യു എൻജോയ്ഡ് യുവർ ലൈഫ് ആൻഡ് ഇറ്റ് ഈസ് ദ ടൈം ടു ടേക്ക് റെസ്റ്റ് ബട്ട് വിത്ത് എ ഡിഫറെൻറ്റ് ലവ് എന്നാണ് ഞാൻ അതിനെ കാണുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ കാര്യങ്ങളിലെ പല കാര്യങ്ങളും നിങ്ങൾ പൂർത്തീകരിച്ചു. നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഏറ്റവും സന്തോഷമായിട്ട് പങ്കുവെച്ചു. ഇനി ഒന്ന് വിശ്രമിക്കുവാനുള്ളൊരു അവസരമാണ്. പക്ഷേ ഒരു വ്യത്യസ്ത തലത്തിലുള്ള സ്നേഹ വികാരങ്ങളോടുകൂടി വിശ്രമിക്കുവാനുള്ളൊരു അവസരം. അതാണ് ഈ മുകളിലേക്കുള്ള കാലഘട്ടം. ചിലരൊക്കെ 7 സ്റ്റേജസ് ഓഫ് ലവ് എന്നൊക്കെ ഇതിനെ ഡിവൈഡ് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ അതിലേക്ക് പോകുവാനായിട്ട് 5 സ്റ്റേജസ് കൊണ്ട് ഞാൻ അതിനെ നിർത്തുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടങ്ങളിലാണ് റിട്ടയർമെന്റ് ഉണ്ടാകുന്നത്. ആ തലത്തിൽ നിങ്ങൾക്ക് ചിലർക്ക് നിരാശയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്രയും നാൾ ജോബിലൊക്കെ ആയിട്ട് എൻഗേജ് ചെയ്തുകൊണ്ടിരുന്നവർ റിട്ടയർ ചെയ്യുമ്പോഴുള്ള ടെൻഷൻസ് കടന്നു വരാം. അതുപോലെ റിട്ടയർ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ജീവിതം സന്തോഷമാക്കി തീർക്കാം എന്നുള്ള ഒരു ട്രാൻസെൻഡിങ് ലവിൻ്റെ തലങ്ങളിലേക്ക് രണ്ടുപേരും എത്തിപ്പെടുവാനായിട്ട് കഴിയണം. അത് ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ്. അതിന് ഉള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു റിലീജിയസ് പേഴ്സൺ ആണെങ്കിൽ സ്പെൻഡ് മോർ ടൈം ടുഗദർ ഇൻ പ്രയർ. പ്രാർത്ഥനയിലും അതുപോലെ ധ്യാനങ്ങളിലും ഒക്കെ കൂടുതൽ സമയം കണ്ടെത്തുവാനായിട്ട് ഇപ്രകാരം ഉള്ള ആളുകൾക്ക് സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട്, ധ്യാനത്തിന് വേണ്ടിയിട്ട്, ബൈബിൾ വായനയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റു മതഗ്രന്ഥങ്ങൾ ധ്യാനിക്കുവാനായിട്ടൊക്കെ അവർ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. അങ്ങനെ നമുക്കതിനെ ഫ്രൂട്ട്ഫുള്ളാക്കി തീർക്കുവാനായിട്ട് സാധിക്കും. ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു നിരാശയും ഏകാന്തതയും ഒക്കെ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സാധ്യതയുണ്ട്. ഇത് ആശ്രയിച്ചിരിക്കുന്നത് മക്കളെയും കുഞ്ഞുമക്കളെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. എങ്ങനെ ഈ കാലഘട്ടം മാതാപിതാക്കൾക്ക് സന്തോഷമാകുന്നു ദുഃഖമാകുന്നു എന്നുള്ളത് അവരുടെ മക്കളെയും അവരുടെ കുഞ്ഞുമക്കളെയും ആശ്രയിച്ചാണ്. ഇവിടെയാണ് ചെറുപ്പക്കാരായിട്ടുള്ള നവദമ്പതികളുടെ പ്രാധാന്യം, അതുപോലെ മക്കളുടെ പ്രാധാന്യം, കുഞ്ഞുമക്കളുടെ പ്രാധാന്യം, മാതാപിതാക്കളെ കരുതുന്നതിലും സ്നേഹിക്കുന്നതിലുമൊക്കെ അവരുടെ പ്രാധാന്യം. നിങ്ങൾക്ക് അവർക്ക് വേണ്ടി എന്തെല്ലാം ഉണ്ടാക്കി കൊടുക്കുവാൻ സാധിച്ചാലും അവരോടുകൂടെ സമയം പങ്കുവയ്ക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ പണത്തിനോ അല്ലെങ്കിൽ നിങ്ങൾ മുടക്കുന്ന നിങ്ങളുടെ ഭവനങ്ങൾക്കോ കെട്ടിപ്പടുക്കുന്ന 2 നില കെട്ടിടങ്ങൾക്കോ ഒന്നും യാതൊരു പ്രസക്തിയുമില്ല എന്ന് മനസ്സിലാക്കുക. എന്നെ കേൾക്കുന്ന നവദമ്പതികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മാതാപിതാക്കളെ നോക്കുവാനുള്ള വലിയൊരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ജോലി തന്നെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരാം. നമുക്കറിയാം, പണവും പ്രതാവും ഒക്കെ ഉണ്ടാകുമ്പോൾ ഏതോ നാട്ടിൽ ഇരുന്നു കൊണ്ട് മാതാപിതാക്കൾക്ക് ഡോളറുകൾ അയച്ചു കൊടുക്കുന്ന മക്കളെ നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷെ ചിലപ്പോൾ അവരുടെ ജീവിത സാഹചര്യങ്ങളായിരിക്കാം. പക്ഷേ അതുകൊണ്ടാകുമോ? നിങ്ങളുടെ സാമീപ്യം വേണ്ട സമയത്ത്, നിങ്ങളുടെ മക്കളെ തോളിലേന്തിക്കൊണ്ട് അല്ലെങ്കിൽ ലാളിക്കേണ്ടുന്ന സമയത്ത് മാതാപിതാക്കൾക്ക് അത് കിട്ടാതെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ നവദമ്പതികളായിരിക്കുന്ന മക്കൾ മനസ്സിലാക്കണം. നിങ്ങൾക്കും ഈ ഒരു സ്റ്റേജ് ഉണ്ടാകും എന്ന് മനസ്സിലാക്കണം. പറ്റുന്നത് പോലെയൊക്കെ അവർക്ക് ഏറ്റവും സന്തോഷമാക്കി തീർക്കുവാൻ മക്കൾക്ക് സാധിക്കണം. അപ്പം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം മക്കളും കുഞ്ഞുമക്കളും ഒക്കെ കടന്നു വന്ന് വളരെ സന്തോഷവും ഉല്ലാസവുമായിട്ട് അവരെ ലാളിക്കുവാനും അവരോടൊപ്പം സമയം പങ്കുവയ്ക്കുവാനും ഒക്കെയുള്ള വളരെ സന്തോഷമുള്ള കാലഘട്ടമായിട്ട് ചില ആളുകൾക്ക് തീരാറുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെയധികം നിരാശയും ഡിപ്രഷനിലേക്കൊക്കെ പോകുന്ന ഒരു സ്റ്റേജായിട്ട് ഇത് നമുക്ക് കാണുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ചിലപ്പോൾ ആയുർദൈർഘ്യം കുറവാണ്. അവർ നിരാശയുടെ പടുകുഴിയിൽ പെട്ടുപോകുന്ന അവസ്ഥകൾ, ചിലരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഓർഫനേജുകളിലായിരിക്കുന്ന അവസ്ഥകൾ നമുക്ക് കാണാറുണ്ട്. പക്ഷേ ഇവിടെയും ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് അവരുടെ ജീവിതം ഉണ്ട് എങ്കിൽ, ആയുസ്സ് ദൈവം നൽകുന്നുവെങ്കിൽ കൂടുതലായിട്ടുള്ള ഒരു അഫെക്ഷനിലേക്ക് അവർ പ്രവേശിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. കൂടുതൽ സ്നേഹപ്രകടനങ്ങളിലേക്ക് ഒരുപക്ഷെ അവർ പ്രകടിപ്പിച്ചില്ല എങ്കിലും അവർക്ക് തീവ്രമായ ബന്ധങ്ങളിലേക്ക് അവർ പോകും. കാരണം ഞങ്ങൾ തനിച്ചാണ്, ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ഓർമ്മയിലേക്ക് അവർ എത്തിപ്പെടുവാൻ സാധിക്കും.
അതുകൊണ്ടാണ് ഏറ്റവും അനുഗ്രഹത്തോടെ സന്തോഷമായിട്ട് കുടുംബജീവിതം നയിച്ച മാതാപിതാക്കന്മാരെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അടുത്തയാളും പെട്ടെന്ന് തന്നെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത് നമ്മൾ കാണാറുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിലും മരണത്തിൽ വരെയും അവരുടെ സ്നേഹമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. മരണത്തിലും ഒരുമിച്ചായിരിക്കുന്ന അവസ്ഥ. സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ അവസാന നാളുകളിലും അവർക്ക് ഒറ്റയ്ക്ക് അധികമായിരിക്കുവാനായിട്ട് സാധ്യതയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ലെറ്റ് us make each other these stages a successful one. നമുക്ക് ഒരുമിച്ച് ഈ സ്റ്റേജസുകളെല്ലാം ഒരു വിജയകരമായിട്ട് ഓരോ തലങ്ങളിൽ മാറ്റാം. അങ്ങനെ നമ്മുടെ ജീവിതം സ്വർഗമാക്കാം. ഞാൻ 5 തലങ്ങളെക്കുറിച്ച് പറഞ്ഞു. യങ് ഓർ റൊമാൻറ്റിക് സ്റ്റേജ് 1 മുതൽ 2 വരെയുള്ള കാലഘട്ടം. റിയൽ ലവ്, അന്യോന്യം, പൊരുത്തക്കേടുകളും നന്മകളും എല്ലാം തിരിച്ചറിയുന്ന കാലഘട്ടം 3 മുതൽ 10 വരെ. കംഫർട്ടബിൾ ആയിട്ടുള്ള ലവ് 11 മുതൽ 30 വരെയുള്ള കാലഘട്ടം. റിന്യൂവിങ് ആയിട്ടുള്ള ലവ് 31 മുതൽ 40 വരെ. ട്രാൻസെൻഡിങ് ലവ് നമ്മൾ പറഞ്ഞു 41 ശേഷമുള്ള കാലഘട്ടം. ദൈവകൃപയാൽ ഏറ്റവും അനുഗ്രഹത്തോടെ നിങ്ങൾക്ക് ഈ 5 സ്റ്റേജസും തരണം ചെയ്തുകൊണ്ട് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം നയിപ്പാനായിട്ട് സ്വർഗത്തിലെ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ വീഡിയോസ് നിങ്ങൾ കാണുന്നവർ നിങ്ങളുടെ കമൻറ്റുകൾ ദയവായിട്ട് കമൻറ്റ് ബോക്സിൽ എഴുതണമേ എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോസിലെ വിജയകരമായ കുടുംബജീവിതത്തിൽ ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.